എന്നത്തെയും പോലെ കടുപ്പത്തിൽ മധുരം കൂട്ടി ചായ തന്നെ കേട്ടോ. ഇന്നും ദിവസത്തിൻ്റെ തുടക്കം. രാവിലെ ഒരു മങ്കട കിട്ടിയിട്ടുണ്ടേ. 2 ദിവസം കൊണ്ട് മീൻകറി കൂട്ടി ചോറുണ്ണാനൊരാഗ്രഹം. ഇതെൻ്റെ വീട്ടിൻ്റെ സൈഡിൽ ഞാൻ തന്നെ നട്ട് വളർത്തിയ പാവലിലുണ്ടായ പാവയ്ക്ക കേട്ടോ. മറ്റേ കാട്ടുപാവയ്ക്ക സൈസാണേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ചെറിയ തീയിൽ എണ്ണയ്ക്കകത്ത് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രം വെച്ച് ചോറ് കഴിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ? ഇതുപോലെ 2-3 പിള്ളേരൊക്കെ വേണ്ടേ? പെട്ടെന്ന് വളരെ. എന്നാൽ പിന്നെ 2-3 മുളക് തൈ കൂടെ കാണിക്കാം. ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ തൈയാട്ടോ. ഇതെൻ്റെ ബെസ്റ്റി കഴിഞ്ഞ ദിവസം എനിക്ക് കൊണ്ട് തന്നേട്ടോ ഈ മാങ്ങ. കൂട്ടത്തിൽ എൻ്റെ നെയിൽ പോളിഷിൻ്റെ 2 പട്ടിഷോയും കൂടി ഇരിക്കട്ടെ. ഈ കത്തി തേപ്പ് തേക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. അവനെ തൊലി ഉരിച്ച് മസാല പുരട്ടി ശരിപ്പെടുത്തിയെടുക്കാൻ. ദിവനാണ് ഞാൻ പറഞ്ഞ അവൻ. അവനെ ഇഞ്ചിഞ്ചായിട്ട് നുറുക്കി കേട്ടോ. ഞാൻ തോലൊക്കെ ഉരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തോലൊക്കെ ഉരിച്ച് കൂട്ടത്തി അവൻ എൻ്റെ കുറച്ച് തോലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കൈ മൊത്തം വരഞ്ഞ് മുറിഞ്ഞ്. നമുക്കിനി അവനെ കറി വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ചുവന്നുള്ളി, കറിവേപ്പില, ഒരു തക്കാളി. ഇത്രയും ഇത്രയും ഐറ്റംസാണ് ഇവൻ്റെ കൂടെ കിടന്ന് വേകാൻ പോകുന്നത്. കുഞ്ഞുള്ളി നമുക്ക് ചതച്ച് ചേർക്കാം. ഇടികല്ലിലിട്ട് ചതച്ച് ചേർക്കാം. മിക്സിയിലിട്ടാൽ ഒരുപാട് അരഞ്ഞു പോവും. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ പരുവത്തിന് ചതച്ചെടുക്കാം കേട്ടോ. നല്ല ആഞ്ഞിടിച്ച് ചതച്ചെടുക്കണം. ഈ പരുവാക്കണം അവന്മാരെ. ഓക്കേ, ഇതേ കണ്ടോ. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കുഞ്ഞുള്ളി ചതച്ചത്, പിന്നെ കൂട്ടത്തിൽ 2 പീസ് മീൻ പുളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വെച്ചാണ് ഞങ്ങൾ മീൻകറി വെക്കാറ്. അങ്ങനെ നമ്മുടെ മസാലപ്പൊടി റെഡി. ഇടാനുള്ള പീസ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി. കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ കൂടി പൊട്ടിച്ചെടുക്കാം. ഇതിന് ശേഷമാണ് ബാക്കി. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വാടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വാടട്ടെ. വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തട്ടാൻ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇവന്മാരെ കൂടെ അതിനകത്തിടാം. ഇതാണ് നമ്മുടെ കുടംപുളി, മീൻപുളി എന്നൊക്കെ അറിയപ്പെടുന്ന തൊട്ടുപുളി. നമുക്ക് ഫ്ലെയിം താത്തി വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത്ര ഐറ്റമാണ് ചേർക്കേണ്ടത്. വഴറ്റിയ മസാലയിലേക്ക് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അരിഞ്ഞ തക്കാളിപ്പഴം കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ദാ ഈ പുളിക്കഷ്ണങ്ങൾ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ മീനിൻ്റെ പീസുകളിടാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങി ഒന്ന് കിടക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. വേണ്ട ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. കറി അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നേ ബ്രേക്ക്ഫാസ്റ്റിന്. കറി തിളച്ച് കുറുകുന്ന സമയം കൊണ്ട് ഓടിപ്പോയി ഒന്ന് കുളിച്ച് കേട്ടോ. കുളിച്ച് റെഡിയായി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ ഇറങ്ങും കേട്ടോ. ഞാൻ മണിച്ചിത്രത്താഴൊക്കെ കയ്യിലെടുത്തു. നമുക്കിന്ന് പുനലൂർ കൂടെ പോകേണ്ട ആവശ്യമുണ്ട്. ഈ ഫോൺ കൊണ്ട് മൊബൈൽ ഷോപ്പിൽ കൊടുക്കാനാണേ.
എൻ്റെ ക്ലാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഗ്രൗണ്ടിൽ ഞാൻ അവിടെ ദേ ഷൂ ഒക്കെ ഊരി ഒരു സ്ഥലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണേ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഉടനെ പരദാഹം എടുത്ത് ഓടിപ്പോയി അടുത്തുള്ള ബേക്കറിയിൽ നിന്നൊരു നാരങ്ങ വെള്ളം കാച്ചി കേട്ടോ. ഇനി ഇവിടുന്ന് ബസ് കയറി വേണം നമുക്ക് പുനലൂർ പോകാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുക്കാനേ. അവിടെ നിന്ന് നേരെ ബസ്സിൽ കയറി ഇതാ പയനം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മൊബൈൽ ഷോപ്പിലെത്തി. അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് തന്നു കേട്ടോ, നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. ഇങ്ങനൊരു സബ്സ്ക്രിപ്ഷൻ ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടുത്തെ ചേട്ടൻ്റെ ഫോൺ മേടിച്ച് എൻ്റെ പേര് ഞാൻ തന്നെ സെർച്ച് ചെയ്ത് ചാനലെടുത്ത് ചേട്ടൻ്റെ ഫോണിൽ സബ്സ്ക്രൈബും ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോയത് ഇമ്പീരിയൽ ബേക്കറിലേക്കായിരുന്നു. പുനലൂർ വന്നിട്ട് ഇമ്പീരിയൽ കയറി ഷാർജ കുടിക്കാതൊരു തിരിച്ചു പോക്കോ. ശിവ ശിവ, ഷാർജ ഇല്ലാതെ എന്താഘോഷം. ഇതവിടുത്തെ സ്നാക്കുകളാട്ടോ. ഞാൻ അതൊക്കെ കണ്ട് ഇങ്ങനെ കൊതിയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നൈസിന് ഒന്നും വാങ്ങാതെ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് പുനലൂർ ചിത്രാസ് ടെക്സ്റ്റൈൽസിലോട്ടാണ് കേട്ടോ. കൊറോണ ഇല്ലാത്തപ്പോൾ എന്തിനാ ഈ മാസ്ക് ഒക്കെ കൂടെ എന്ന് ചോദിച്ചിട്ട് ഞാനവിടെ നിന്നതാണ്. പിന്നെ ദേ എൻ്റെ പുതിയ പൗച്ച് നിങ്ങളെ കാണിക്കാനും. ഇതിന്ന് ഞാൻ ആ മൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പൗച്ചാട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ടീഷർട്ടാണേ. ഇതിൻ്റെ വേറെ കളറുണ്ടോ എന്ന് നോക്കാൻ കയറിയതാ, കിട്ടിയില്ല ഗെയ്സ്. അവിടെ നിന്ന് നേരെ നമ്മുടെ ഫേവറേറ്റ് കുഴിമന്തി സ്പോട്ടായ കൈമാസിലേക്ക് അവിടെ നിന്ന് ഓരോ പാഴ്സലും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.